പ്രിയമുള്ളവരെ, ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഐറിഷ് എഴുത്തുകാരിയായിട്ടുള്ള എഡീന ഒബ്രയാൻ അവരുടെ പ്രശസ്തമായ ഒരു കൃതിയാണ് ദ കൺട്രി ഗേൾസ്, നാടൻ പെൺകുട്ടികൾ. ഈ കൃതിയുടെ ഒരു ആസ്വാദനമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം അയർലൻഡിലെ സാമൂഹിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് തീവ്രമായ യാഥാസ്ഥികത്വവും അതോടൊപ്പം തന്നെ തീവ്രമായ സ്ത്രീ വിരോധവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഈ സദാചാര ബോധത്തിനെതിരെ തൻ്റെ തൂലിക പടവാളാക്കിക്കൊണ്ട് നിരന്തരമായ ഒരു സമരം ചെയ്ത എഴുത്തുകാരിയാണ് എഡീന ഒബ്രയാൻ. സന്ധിയില്ലാ സമരം പോലെ തൻ്റെ എഴുത്ത് എതിർപ്പിൻ്റെ ഒരു രചന ആണ് ഒബ്രയാൻ നടത്തിയത്. ദ കൺട്രി ഗേൾസ് ഈ കൃതിയിൽ 14 വയസ്സുള്ള 2 പെൺകുട്ടികൾ അവർ സ്കൂളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവിടുത്തെ ഒരു പാതിരിയെയും അതോടൊപ്പം തന്നെ കന്യാസ്ത്രീയെയും ചേർത്തുകൊണ്ട് അപവാദം ഒരു കത്തിലൂടെ പ്രചരിപ്പിക്കുകയാണ്. ഈ കത്ത് മറ്റൊരു കന്യാസ്ത്രീ സ്കൂളിൽ അസംബ്ലി നടക്കുമ്പോൾ അസംബ്ലിയിൽ വായിക്കുകയാണ്. വായിക്കുമ്പോഴാണ് പാതിരിയെയും കന്യാസ്ത്രീയും പറ്റിയുള്ള അപവാദമാണ്. അതിൽ സ്കൂൾ അധികൃതർ ഞെട്ടി, അതുപോലെ തന്നെ അധികാരികളും ഞെട്ടിച്ചൊളിച്ചു. ഉടനെ തന്നെ ആ പുസ്തകം നിരോധിക്കുകയാണ്. ദ കൺട്രി ഗേൾസ്. ഇവിടെ അവർ അതിനുശേഷം ഈ പുസ്തകത്തെ നിരോധിച്ചപ്പോൾ ആ പുസ്തകം മുമ്പെങ്ങില്ലാത്ത വിധത്തിലുള്ള പ്രചാരണം അതിന് കിട്ടി. അത് ഒബ്രയാൻ ആഘോഷിക്കപ്പെട്ടു. അപ്പോൾ നിരോധിക്കുന്തോറും ആ പുസ്തകത്തിന് കൂടുതൽ മൂല്യം വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ നോവലിനേക്കാളും പ്രധാനം കഥയാണ്. ഗുഹാമുഖം എന്ന് പറയുന്ന ഒരു കഥ. അതിൽ പ്രധാന കഥാപാത്രം ഒരു സ്ത്രീയാണ്. അവർ ഗ്രാമപ്രദേശത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ കടൽ തീരത്തുള്ളൊരു വഴിയുണ്ട്, അതുപോലെ തന്നെ മലമ്പ്രദേശത്തോടുകൂടിയുള്ള ഒരു വഴിയുണ്ട്. അത് കുറച്ച് ദുർഘടമാണ്. എന്നാൽ അവർ ഈ ദുർഘടം പിടിച്ച വഴിയിലൂടെ പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ കാട്ടിൽ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിന്ന് വസ്ത്രം മാറുകയാണ്. അവളെ കണ്ട് വിളിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ഓടി വന്നപ്പോൾ ഇവർ തിരിച്ചോടുകയാണ്. ഇവർ തിരിച്ചോടി വീട്ടിൽ ചെന്ന് ഭക്ഷണം പാകപ്പെടുത്തി ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ആ പെൺകുട്ടി വന്നില്ല. ഇവരാ ഭക്ഷണം വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കഥ എന്ന് പറയുന്നത് സ്ത്രീ വിമോചനത്തിന് വേണ്ടിയുള്ള കഥയാണ്.